പുതിയ ഫോൺ മേടിക്കാൻ ഇതാണോ ബെസ്റ്റ് ടൈം? കാരണം ആമസോണിൽ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ തുടങ്ങി. ഉള്ള കാര്യം ഞാൻ പറയാലോ, ഒരു പുതിയ ഫോൺ എടുക്കാനായിട്ട് ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞ സംഭവം ഇല്ല. നിങ്ങൾക്കിപ്പോൾ ഒരു ഫോൺ വേണം, അത്യാവശ്യമാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും അത് വാങ്ങിയല്ലേ പറ്റൂ. ഇനി അത്ര അത്യാവശ്യമൊന്നുമില്ല, ഒരു മാസത്തിനുള്ളിലൊക്കെ എനിക്ക് എടുത്താൽ മതി എന്നാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ, സെയിൽ സമയം അതിൻ്റെ ഇടയിലാണെങ്കിൽ ആ സമയത്ത് തിരക്കേടില്ലാത്ത ഡീല് കാണുവാണെങ്കിൽ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ലാഭം. ഇനി നിങ്ങളുടെ മൈൻഡിൽ ഒരു ഫോൺ ഉണ്ട്, ആ ഫോൺ എനിക്ക് നല്ല പ്രൈസിൽ കിട്ടാൻ വേണം എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ സെയിലിന് ആ ഫോൺ വരുന്നുണ്ട്. പക്ഷേ അതിലും നല്ല ഓഫറിന് അടുത്ത സെയിലിൽ ആ ഫോൺ വരുമോ എന്നാൽ ഞാൻ വെയിറ്റ് ചെയ്യട്ടെ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കത്തേ ഉള്ളൂ. കാരണം നമുക്ക് കവടി നേരത്തെ നോക്കാനൊന്നും പറ്റില്ല അടുത്ത സെയിലിന് ഇതിൻ്റെ വില കുറയോ ഇല്ലയോ എന്നൊക്കെ. നിങ്ങളുടെ ആവശ്യം ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ വാങ്ങിക്കുക. ഇനി ഈ സെയിലിൽ നിങ്ങളത് കണ്ടു, ഒരു പ്രൈസിന് നിങ്ങളത് വാങ്ങി, ഇനി എങ്ങാനും അടുത്ത സെയിലിന് അതിൻ്റെ പ്രൈസ് കുറവാണെങ്കിൽ മൈൻഡാക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ചിലപ്പോൾ ഒരു 5000 രൂപ കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഒരു മാസം മുന്നേ ആണല്ലോ നിങ്ങൾ വാങ്ങി, ആ ഒരു മാസം നിങ്ങൾ ഉപയോഗിച്ച ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു കാലാവധി, ആ ഒരു 5000 രൂപ കൊണ്ട് നിങ്ങൾക്ക് നികത്തിയെടുക്കാൻ പറ്റുമോ? ഇല്ല. പോട്ടെ, മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വില നോക്കാതിരിക്കുക. ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ആമസോൺ ഗ്രേറ്റ് ഫ്രീഡം സെയിലിൽ ബ്രഹ്മാണ്ഡമായ ഓഫേഴ്സ് ഒന്നുമില്ല. ഓരോ ബ്രാൻഡുകളിലും ഓഫറുള്ള 1-2 ഫോണുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൽ ബെസ്റ്റ് എക്സാമ്പിളാണ് സാംസങ് ഗാലക്സി S24 Ultra. ഏകദേശം 1.5 ലക്ഷത്തിന് ഇറങ്ങിയ ഫോണല്ലേ. ഒരു മാസം മുന്നേ അത് 75,000 രൂപയ്ക്ക് എങ്ങാണ്ടുമാണ് കഴിഞ്ഞ സെയിലിൽ വന്നത്. ഇപ്പോൾ ഈ ഫ്രീഡം സെയിലിന് അത് ഏകദേശം 79,999 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. ഒരു കൊല്ലം മുന്നത്തെ ഫ്ലാഗ്ഷിപ്പ് ഫോണാണ്. അതിനൊരു 35,000 രൂപ കുറയുക എന്നുള്ളത് ഒരു മോശമായ കാര്യമല്ല. ചിലപ്പോൾ കഴിഞ്ഞ സെയിലിൽ 40,000 കുറഞ്ഞു കാണും, ഇപ്രാവശ്യം 35,000 കുറഞ്ഞു. എന്തായാലും എന്താ, ലാഭമുണ്ടോ? ലാഭമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഇനി ഐഫോൺ എടുക്കാൻ പ്ലാൻ ഇട്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് iPhone 15 ഓഫറിലുണ്ട്. ഏകദേശം 58,849 രൂപയ്ക്കാണ് നിങ്ങൾക്ക് സെയിൽ സമയത്ത് കിട്ടുന്നത്. ഇനി ഞാൻ വേറൊരു പ്രോ ടിപ്പ് പറഞ്ഞുതരാം. ഇതിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയ്സിന് വരാൻ പോകുമല്ലേ. അപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സിന് മാരകമായ ഓഫർ വരും ഈ ഐഫോണുകളിലൊക്കെ. അപ്പോൾ ഇപ്പോൾ 58,000 രൂപ ഓഫർ, തിരക്കേടില്ലാത്ത ഓഫർ തന്നെയാണ് അതും iPhone 15-നൊക്കെ. പക്ഷേ ഇതെങ്ങാനും അടുത്ത ബിഗ് ബില്യൺ ഡേ സെയിൽ ഒരു 52 രൂപയ്ക്കൊക്കെ വരുവാണെങ്കിൽ അപ്പം എടുക്കുന്നതായിരിക്കില്ലേ പുതിയെന്ന് ചോദിച്ചാൽ, നമ്പർ ഓഫ് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ വോളിയം കൂടെ അവിടെ നോക്കണം. ഈ ബിഗ് ബില്യൺ ഡേ സെയിലിന് ഫ്ലിപ്കാർട്ടിന് കൃത്യമായിട്ട് അറിയാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ കുന്നുകൂടി പോയി ഐഫോൺ മേടിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും വില കുറച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചട്ടപ്പടയെന്ന് പ്രൊഡക്ഷൻ വരുത്തണം. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ ചിലപ്പോൾ ക്വാളിറ്റി ചെക്കൊക്കെ പാസ്സാവാത്ത പീസുകൾ പോലും അതിൻ്റെ ഇടയിൽ കയറി വരും. അതുകൊണ്ട് ഒരു 4,000-5,000 രൂപ ലാഭത്തിന് വേണ്ടി നിങ്ങൾ ആ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് വരെയും വെയിറ്റ് ചെയ്ത് ഒരു ഫോൺ എടുക്കുന്നതിലും കുറച്ചുകൂടി സേഫർ. ഇപ്പോൾ വലിയ ഡിമാൻഡൊന്നുമില്ല, അത്രത്തോളം തിരക്കൊന്നുമില്ല ആൾക്കാർ വന്ന് മേടിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കുറവാണ്. അതുകൊണ്ട് അത്യാവശ്യത്തിന് സപ്ലൈയും ഉണ്ട്, നല്ല പീസ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി OnePlus ഫാൻസിന് ഈ സാധനമാണ് ഓഫർ വന്നിരിക്കുന്നത്. ഇത് OnePlus Nord 5 ആണ്. 35 രൂപയുടെ ഫോണാണ്. 29,999 ഓഫറിൽ വന്നിരിക്കുന്നത്. ഈ ഫോണ് ഞാൻ റിവ്യൂ ഇട്ടിട്ടില്ല. റിവ്യൂ ഇടണോ വേണ്ടയോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓൾറെഡി ലേറ്റായി, ബട്ട് ഇഫ് യു സ്റ്റിൽ വാണ്ട് ഇറ്റ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമുക്ക് ചെയ്യാം. കാരണം Snapdragon 8s Gen 3 ചിപ്സെറ്റ് വരുന്ന ഒരു അണ്ടർ 30K വരുന്ന ഒരു മിഡ് റേഞ്ച് ഫോൺ തന്നെയാണ്. അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫോണാണ്. ഇനി കുറച്ച് നാളുകൾക്ക് മുന്നേ, കുറച്ച് നാളല്ല, ഏകദേശം ഒരു 5-6 മാസം മുന്നേ ഞാൻ ഓണറിൻ്റെ 200 എന്ന് പറഞ്ഞൊരു ഫോണിൻ്റെ ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഫോൺ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ക്യാമറാസ് ഒരു രക്ഷയില്ല. അതിനകത്ത് ഹാർക്കോട്ട് സ്റ്റൈൽ പോർട്രേറ്റ്സ് എടുക്കാനായിട്ട് പറ്റും. നല്ല രസമാണ് അതിൻ്റെ പോർട്രേറ്റ്. അതായത് ഫോട്ടോ എടുക്കാൻ പോലും അറിയാത്ത ഒരാൾക്ക് പോലും. കാരണം എൻ്റെ ക്യാമറ അത്ര അടിപൊളിയായിരുന്നു. ഒരു പ്രത്യേക ഓവൽ ഷേപ്പിലൊക്കെ വന്നിരിക്കുന്ന ഒരു ഫോണ്. പക്ഷേ ആകെ ഒരു ഡ്രോബാക്ക് ആയിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഇന്ത്യയിലെ ഓണറിന് എത്രത്തോളം സർവീസ് കിട്ടും, എന്താണ് അവസ്ഥ എന്നറിയില്ല. ഒരു കമ്പനി മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്നും അറിയാത്തൊരു സ്ഥിതിയിലായിരുന്നുകൊണ്ട് ആ ഫോൺ ആ സമയത്ത് വില കൂടുതലായിരുന്നു. ഇത്രയെന്നറിയോ, ഏകദേശം ഒരു 40,000-45,000 രൂപയ്ക്ക് ഇറങ്ങിയ ഫോണാണ്. നല്ല കിട്ടിലൻ ബിൽഡ് ക്വാളിറ്റി, കിട്ടിലൻ സ്ക്രീന്, നല്ല ക്യാമറയൊക്കെയുള്ള ഫോൺ. സോഫ്റ്റ്വെയർ മാത്രം ഓക്കെ, ഡീസൻറ്റ്, ബാഡ് എന്നല്ല പറയുന്നത്, ബട്ട് കമ്പയർഡ് ടു അതേഴ്സ് ഒരു വ്യത്യസ്തമായ ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു. ആ ഫോൺ ഇപ്പോൾ 20,000 രൂപയ്ക്ക് താഴെ എങ്ങാണ്ടോ വരണ്ട് ഈ ഒരു സെയിലിന്. സോ സർവീസ് നിങ്ങൾക്കൊരു ഇഷ്യൂ ഇല്ല. ഓണറിൻ്റെ ഫോൺ അത്യാവശ്യം നല്ല വെൽ ബിൽഡ് ആയിട്ടുള്ളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും ക്യാമറയ്ക്ക് വേണ്ടി, സത്യം പറഞ്ഞാൽ ഈ ഫോൺ ഓണറില്ലാതെ വേറെ ഏതെങ്കിലും ബ്രാൻഡ് ഇറക്കിയിരുന്നെങ്കിൽ ഭയങ്കര വാല്യൂ ഉള്ള ഫോണായിരുന്നു. അതും സെയിലിൽ വന്നിട്ടുണ്ട്. വേണമെങ്കിൽ നോക്കാം. ഇനി റിയൽമി ഫാൻസ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ലേറ്റസ്റ്റ് Snapdragon 8 Elite ചിപ്പോട് കൂടി വരുന്ന ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലർ ഫോൺ നോക്കുവാണെങ്കിൽ റിയൽമി GT 7 Pro 50-55,000 രൂപയുടെ ഫോണാണ്. ഏകദേശം 10,000 രൂപ കുറഞ്ഞ് 40,000-45,000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് ഈ സെയിലിൽ കിട്ടുന്നുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫോൺ. മിഡ് റേഞ്ച് പ്രൈസിന് ഒരു ടോപ്പ് ടയർ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണാണ്. നോക്കാം. iQൻ്റെ കുറേ അധികം ഫോണുകൾക്ക് ഓഫർ കാണുന്നുണ്ട്. അതിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് iQ Neo 10R ആണ്. iQ Neo 10R ഈ Nord 5 പോലെ തന്നെ 8s Gen 3 വരുന്ന ചിപ്സെറ്റ് ആണ്. സോ 30,000 രൂപയുടെ ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള iQ ഫോൺസ് ആൻഡ് iQ ഫോൺസ് റെക്കമെൻഡ് ചെയ്യാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ സർവീസാണ്. കാരണം iQനും വിവോനും ഷെയർഡ് സർവീസാണ്. അത്യാവശ്യം
അത്യാവശ്യം ഇപ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ തന്നെ അറിയാം വിവോയ്ക്ക് നല്ല റെസ്പോൺസ് ഉണ്ട് സർവീസിൻ്റെ കാര്യത്തിൽ. ആരായാലും വിവോ സർവീസിനെ പറ്റി മോശം പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ IQ ഫോൺ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ദേ ഓൾസോ ഷെയർ ദ സിമിലർ വിവോ സർവീസ് സെൻറ്റർ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഓപ്പോ ബ്രാൻഡിൻ്റെ സൈഡിൽ നോക്കുവാണെങ്കിൽ ഓപ്പോ എനിക്ക് റെനോ 14 പ്രോയ്ക്ക് മാത്രമാണ് ഓഫർ, അത്യാവശ്യം വലിയ ഓഫറൊന്നുമില്ല. പിന്നെ കണ്ടത് ഓപ്പോ F29 5G. F29 5G 30,000 എന്തോ ഇറങ്ങിയ ഫോൺ ഇപ്പോൾ 23,000 അങ്ങനെ എന്തോ വരണ്ട്. അതിനോ 23,000 24,000 രൂപയ്ക്ക് ഓപ്പോ F29 Pro എന്ന് പറയുന്ന ഒരു സ്പെസിഫിക്കേഷൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ വാല്യൂ ഓറിയൻറ്റഡ് ഫോൺ അല്ല. അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഡ്യൂറബിലിറ്റി ഓറിയൻറ്റഡ് ഫോണായിട്ട് IP69 റേറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് അധികം ഫോൺ പോക്കറ്റിൽ നിന്ന് താഴെയൊക്കെ വീഴുന്ന ടൈപ്പ് ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ റഫ് യൂസൊക്കെ ആണെങ്കിൽ നോക്കാം, അവർക്ക് നോക്കാനുള്ളൊരു ഫോണാണ്. അത് ഓഫറിൽ കിടപ്പുണ്ട്, വാങ്ങിക്കണമെന്നല്ല, അത് ഓഫറിലുണ്ട്. എന്നാൽ വിവോയുടെ ഒരു നല്ല ഫോൺ കേട്ടോ, വിവോ V50e. അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യേണ്ടത് ഏകദേശം ഒരു 3 മാസം മുന്നേ ഇറങ്ങിയ ഫോണാണ്. കിടിലൻ ക്യാമറ, അതായത് അതിന് സോണിയുടെ മൾട്ടിഫോക്കൽ പോർട്രേറ്റ് വരുന്നുണ്ട്. നല്ല ലുക്കുള്ള സ്ലിമ്മായിട്ടുള്ള ക്യാമറയുള്ള വിവോ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഫോണാണ്. 33 സംതിങ് ആയിരുന്നു, ഇപ്പോൾ അതിന് താഴെ വന്നിട്ടുണ്ട് 28-27 രൂപയ്ക്ക് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. നല്ല ഫോണാണ്. ഇനി ടാബ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ 2 പ്രധാനപ്പെട്ട ഓഫേഴ്സാണ് കണ്ടോ. ഒന്ന് ആപ്പിൾ ഐപാഡ് എയർ M3. ഇപ്പോൾ അത് 50,000 രൂപയ്ക്ക് താഴെ 48,900 രൂപയ്ക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കുത്തനെ വില ഇടിഞ്ഞ വേറെ സാധനമാണ് OnePlus Pad 2. ആൻഡ്രോയിഡിൽ ഒരു നല്ല ടാബ്ലറ്റ് നോക്കുന്നുണ്ടെങ്കിൽ OnePlus Pad 2 നല്ലൊരു ഓപ്ഷനാണ്. 48 രൂപ എന്തായിരുന്നു ഇതിൻ്റെ പ്രൈസ്, ഇപ്പോൾ 36,000 രൂപയുടെ റേഞ്ചിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടൊരു മേജർ ഓഫർ എന്ന് ഓരോ ബ്രാൻഡിൻ്റെ അടിയിൽ പറയാനായിട്ടുള്ളൂ. പിന്നെയും ലാപ്ടോപ്പ് സെക്ഷൻ, ബാക്കിയുള്ള സെക്ഷനിലൊക്കെ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. എന്നാലും ഇപ്പോൾ 31-ാം തീയതി തൊട്ട് പ്രൈം മെമ്പേഴ്സിനും 3-ാം തീയതി തൊട്ടാണ് നോൺ പ്രൈം മെമ്പേഴ്സിനും വന്നിരിക്കുന്നത്. പ്രൈം മെമ്പേഴ്സ് എടുത്തിട്ടില്ലെങ്കിൽ ഷോപ്പിങ്ങിന് വേണ്ടി മാത്രമുള്ള പ്രൈം മെമ്പർഷിപ്പ് കണ്ടിട്ടോ, മറ്റേ പ്രൈം വീഡിയോ കൂടെ അതിന് നിസ്സാര വിലയും കണ്ടുള്ളൂ. പക്ഷേ ഇത്ര ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് തീരുന്നതിന് മുന്നേ വാങ്ങിക്കാം. എന്തായാലും എല്ലാത്തിൻ്റെയും ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ. ഈ പ്രൈമിൻ്റെ നോക്കണമെങ്കിൽ അതും ഇട്ടേക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.